ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ആൻഡ്രോയിഡിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ പുതുതായി വന്നൊരു നല്ല അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ ഒരു കത്രിക കാണുന്നില്ലേ, കത്രികേൻ്റെ താഴെ ക്ലിപ്പ് എന്ന് എഴുതിയിട്ട്. സോ അപ്പോൾ ഇതാണ് ഈ ഒരു ഫീച്ചർ, ക്ലിപ്പ് എന്ന് പറഞ്ഞ ഈ ഫീച്ചറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞ ഈ ഫീച്ചർ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പല ആളുകളുടെ ഫോണിലും ഇപ്പോൾ ഈ ഫീച്ചർ വന്നിട്ടുണ്ടാവില്ല. കറൻ്റ്ലി ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ 2-3 മാസത്തിന് ശേഷമായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഫീച്ചർ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ക്ലിപ്പ് ഫീച്ചർ എന്നാണ്, പിന്നെ അതെങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. അപ്പം ഈ ക്ലിപ്പ് ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോൻ്റെ ഈ ഒരു ഭാഗം, ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് എൻ്റെ ഇത്രയ്ക്കുള്ള ഒരു വീഡിയോക്ക് ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു. സോ ഇത് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാൽ നമ്മൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് ട്രിം ചെയ്തിട്ട് ആ ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. സോ അപ്പോൾ ഈ യൂട്യൂബിൽ ഈ പുതിയതായി വന്ന ഈ ഫീച്ചറിനെ കൊണ്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ട്രിം ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ അത് വളരെ യൂസ്ഫുൾ ആയൊരു ഫീച്ചറാണ് ഇപ്പോൾ ഈ യൂട്യൂബിൽ വന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കത് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ്, എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നേരം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാർ എടുക്കാം. എന്നിട്ട് സെർച്ച് ബാറിൽ ക്രിയേറ്റർ ഇൻസൈഡ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റർ ഇൻസൈഡ് ക്ലിപ്സ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പം നമുക്ക് ക്രിയേറ്റർ ഇൻസൈഡിൻ്റെ ഒരു വീഡിയോ കാണും. ഇതാണ് ആ സ്നീക്ക് പീക്ക് ക്ലിപ്പ് എന്ന് പറഞ്ഞത്. സോ അപ്പോൾ ഈ വീഡിയോയിൽ മാത്രമേ ഇപ്പോൾ യൂട്യൂബിൽ കറൻ്റ്ലി നമ്മൾ ഈ ക്ലിപ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ 2 ആഴ്ച മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. സോ അപ്പം ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ താഴെ ക്ലിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ കാണുന്നില്ലേ. അപ്പോൾ ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞ ഈ ഫീച്ചർ നിങ്ങളൊന്ന് അമർത്തുക. ഓക്കെ, അപ്പം ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ അമർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. നമുക്ക് ഏതാക്കോ ഷെയർ ചെയ്യുന്നത് അവരെന്താന്ന് അതിൻ്റെ ടൈറ്റിലായിട്ട് കാണേണ്ടത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമ്മൾക്ക് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് ഞാൻ ആൻഡ്രോയിഡിന് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എത്ര ഭാഗമാണ് ഷെയർ ചെയ്യേണ്ടത്, ആ ഭാഗം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലിപ്പായിട്ട് ഇപ്പം എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു ഭാഗമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത്ര ഭാഗം മാത്രം മതി ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഷെയർ ക്ലിപ്പ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ക്ലിപ്പിന് 24.7 സെക്കൻഡ് ഉണ്ട്, അതെല്ലാം നമുക്ക് കാണും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ജിമെയിലോ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ബ്രദറിന് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ അവന് വരും. സോ ഞാൻ നേരത്തെയും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവന് ആൻഡ്രോയിഡിന് ടൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും, ക്ലിപ്പിൻ്റെ ഒരു ലോഗോ ഉണ്ടാവും. പിന്നെ അതുവഴി ഇവൻ ഈ ലിങ്ക് അമർത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ലിങ്ക് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഞാൻ ക്ലിപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്ത ആ ഒരു ഭാഗം മാത്രമേ അവന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് വാച്ച് ഫുൾ വീഡിയോ എന്നും ഉണ്ടാവും. അഥവാ ഈ ക്ലിപ്പ് തന്നെ ഒന്നും കൂടി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ക്ലിപ്പൊന്നും ഉണ്ടാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ഏത് ഭാഗമാണോ അയച്ചു കൊടുത്തത് ആ ഭാഗത്തിന്റെ ആ ക്ലിപ്പ് മാത്രമേ അവന് കാണാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗം വേണമെങ്കിൽ വാച്ച് ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ആവാം, അല്ലെങ്കിൽ റിട്ടേൺ ടു ക്ലിപ്പ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിന്റെ ഫീച്ചറിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതിൻ്റെ പേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതിൻ്റെ പേണ്ട സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് മീ ശ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.